ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ചരക്ക് സേവന നികുതി പരിഷ്കരണം പ്രാബല്യത്തിൽ 400-ലധികം ഉത്പന്നങ്ങളുടെ വില കുറയും. ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. പ്രവാസികൾക്കും കുടുംബാംഗങ്ങൾക്കുമായുള്ള നോർക്ക റൂട്ട്സ് നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നവരാത്രി വിഗ്രഹ ഘോഷയാത്ര വൈകുന്നേരത്തോടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തും. തിരുവനന്തപുരത്ത് ഗതാഗത നിയന്ത്രണം. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയോട് തോറ്റ പാകിസ്ഥാൻ നാളെ ശ്രീലങ്കയെ നേരിടും. ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം മറ്റന്നാൾ. വാർത്തകൾ വിശദമായി. GST പരിഷ്കരണത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങൾക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ 5100 കോടി രൂപയിലധികം വരുന്ന നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ദിനത്തിൽ തന്നെ അരുണാചലിലെ വികസന പദ്ധതികൾക്ക് തുടക്കമിടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 3700 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന 2 ജലവൈദ്യുത പദ്ധതികൾക്കും അദ്ദേഹം തറക്കല്ലിട്ടു. ചരക്ക് സേവന നികുതി പരിഷ്കരണം പ്രാബല്യത്തിൽ വന്നു. ഇതോടെ 12-28% സ്ലാബുകൾ ഒഴിവാക്കി 5-18% എന്നിങ്ങനെ 2 സ്ലാബുകളായി ചുരുങ്ങി. 99% ഉത്പന്നങ്ങൾക്കും 5% മാത്രമായിരിക്കും നികുതി. സ്വദേശി ഉത്പന്നങ്ങൾക്കും ആത്മനിർഭർ ഭാരതമെന്ന ദർശനത്തിനും പരിഷ്കാരങ്ങൾ കുതിപ്പേകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. പരിഷ്കാരങ്ങൾ നിലവിൽ വരുന്നതോടെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ 400-ലധികം ഉത്പന്നങ്ങൾക്ക് വില കുറയും. പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ഏറെ ഗുണം ചെയ്യുന്ന പരിഷ്കാരം കൂടുതൽ തൊഴിലുകൾ സൃഷ്ടിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. 18% ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളെ 99% ഈ 5%ലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എന്ന് വെച്ചാല് ഈ GST ലളിതവൽക്കരണം, ഈ GST റീസ്ട്രക്ചറിങ് സാധാരണക്കാരെ ഉള്ളിൽ കണ്ട്, അതായത് ശരാശരിയിൽ താഴെയുള്ള ഇന്ത്യക്കാരനെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ GDPയുടെ വളർച്ച മാത്രമല്ല, സാധാരണക്കാരിലേക്ക് ആ GDP അരിച്ചിറങ്ങി ചെല്ലണം. അതായത് തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടണം, വരുമാനം ഉണ്ടാകണം, ആ വരുമാനം ചെലവഴിക്കാൻ അവസരമുണ്ടാകണം. GST പരിഷ്കരണം നിലവിൽ വന്നതോടെ സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ കുറവുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. 4 ഐറ്റം മാത്രം കൃത്യമായി പഠിച്ചപ്പോൾ ഓട്ടോമൊബൈൽസ്, ഇൻഷുറൻസ്, സിമന്റ്, ഇലക്ട്രോണിക്സ് നോക്കിയപ്പോൾ 2500 കോടിയുടെ കുറവ് കേരളത്തിന് മാത്രം വരും. ബാക്കി എല്ലാം കൂടെ വരുമ്പോഴാണ് ഏകദേശം 8000 തൊട്ട് 10000 വരെ വരുന്നത്. പരിഷ്കരണത്തിന്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശക്തമായ നിലപാടുണ്ടാവും. നമ്മളെ ഉദ്യോഗസ്ഥന്മാർ അത് പ്രത്യേകം ശ്രദ്ധിക്കാനും എല്ലാ സ്ഥലത്തും അതിന്റെ നേരത്തെ തന്നെ വിലകളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ ഇടപെടലുണ്ടാവും. പക്ഷേ എല്ലാം നമ്മുടെ കയ്യിലും കണ്ണിലും വരണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഉപഭോക്താക്കൾ അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളെ ആസ്പദമാക്കിയുള്ള സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് പുസ്തകങ്ങൾ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. സദ്ഭരണത്തിനായുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടും സമീപനവും പ്രകടമാക്കുന്നതാണ് പുസ്തകങ്ങളെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. രാഷ്ട്രീയം ജനങ്ങളെ സേവിക്കുന്നതിനുള്ള മാധ്യമമാക്കി മാറ്റാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞതായി ചടങ്ങിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. രാജ്യസഭ ഉപാധ്യക്ഷൻ ഹരിവൻഷ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയ സെക്രട്ടറി സഞ്ജയ് ജാജു എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കേരള പോലീസിന്റെ ഹോപ്പ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതികളുടെ സംയുക്ത അലുമിനി മീറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിലായിരുന്നു ചടങ്ങ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തുടർ പഠനം സാധ്യമാക്കുന്നതിനായി ആരംഭിച്ച പഠന പദ്ധതിയായ ഹോപ്പ് സംസ്ഥാനത്തിന് അഭിമാനകരമായ കാര്യമാണെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. നാളിതുവരെ 4364 പേർക്കാണ് ഈ പദ്ധതി പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ നൽകിയത്. ഈ വർഷം ഇതുവരെ 1067 പേരാണ് ഹോപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അഭിമാനകരമായ കാര്യമാണിത്. തോറ്റുകൊടുക്കാൻ മനസ്സില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അത്തരം വെല്ലുവിളികളെല്ലാം സധൈര്യം അതിജീവിക്കാനാണ് നിങ്ങൾക്ക് സാധിച്ചത്. അതിനാൽ തന്നെ നിങ്ങളുടെ വിജയം തളർന്നുപോയ മനസ്സിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന നിലക്കാണ് ഇതിനെ കാണേണ്ടത്. പ്രവാസികളായ കേരളീയർക്കും കുടുംബാംഗങ്ങൾക്കുമായി നോർക്ക റൂട്ട്സ് നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നോർക്ക കെയർ ഇന്ന് നിലവിൽ വരും. പദ്ധതിയുടെ ഉദ്ഘാടനം വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും.
വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള പ്രവാസി മലയാളികൾക്കും കുടുംബാംഗങ്ങൾക്കും പദ്ധതിയിൽ അംഗങ്ങളാകാൻ കഴിയും. സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഭാവി വികസനത്തിനായുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനുമായി സംഘടിപ്പിച്ച വികസന സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. മന്ത്രി എം ബി രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, ജി ആർ അനിൽ എന്നിവർ മുഖ്യാതിഥികളായി. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 വർഷത്തിനിടെ നടപ്പാക്കിയ പ്രവർത്തനങ്ങളിൽ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ അടച്ചുറപ്പുള്ള വീടുകൾ ഉറപ്പാക്കുന്നതിനായി സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. സാധാരണക്കാർക്ക് താങ്ങാനാകുന്നതും അടച്ചുറപ്പുള്ളതുമായ ഭവനങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതികളാണ് പ്രധാൻമന്ത്രി ആവാസ് യോജന അർബൻ, PM ആവാസ് യോജന ഗ്രാമീൺ എന്നിവ. 1.5 ലക്ഷം കോടിയിലധികം രൂപ ചെലവിൽ 7500-ലധികം പദ്ധതികളാണ് ഇതിനോടകം പൂർത്തീകരിച്ചത്. അമൃത് 2.0 പദ്ധതികളിലൂടെ ശുദ്ധജല വിതരണം, മലിനജല സംസ്കരണം, ഹരിത ഇടങ്ങളുടെയും ജലാശയങ്ങളുടെയും പുനരുജ്ജീവനം എന്നിവയും സാധ്യമാക്കിയിട്ടുണ്ട്. Our cities cannot prosper without availability of affordable housing. Realizing this, we launched the Housing for All program in 2015. I am happy to note that we are well on our way. ഉജാല പദ്ധതി പ്രകാരം രാജ്യമെമ്പാടുമുള്ള വീടുകളിൽ LED ലൈറ്റുകൾ എത്തി. പ്രധാൻമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം സാധാരണ വീട്ടമ്മമാർക്കായി പാചകവാതക കണക്ഷനുകളും യാഥാർത്ഥ്യമായി. ജൽജീവൻ മിഷൻ വഴി ഗ്രാമങ്ങളിൽ ശുദ്ധജലം എത്തിയതിനു പുറമെ നഗര ഗ്രാമീണ പ്രദേശങ്ങളിൽ സ്വച്ഛ് ഭാരത് മിഷന്റെ നേതൃത്വത്തിലുള്ള ശുചിത്വ പരിപാടികളും നടപ്പാക്കി. ജനജീവിതം സുഗമമാക്കുന്ന ഇത്തരം പദ്ധതികളിലൂടെ പരിവർത്തനാത്മക വികസിത ഇന്ത്യയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ പുണ്യോത്സവത്തിൽ ഏവരുടെയും ജീവിതം ആരോഗ്യപൂർണവും സൌഭാഗ്യകരവുമാകട്ടെയെന്ന് ശ്രീ മോദി ആശംസിച്ചു. GST സമ്പാദ്യോത്സവത്തോടൊപ്പം സ്വദേശി മന്ത്രത്തിലൂടെ രാജ്യത്തിന് പുതിയ ഊർജ്ജം ലഭിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് നേമത്ത് ഔദ്യോഗിക സ്വീകരണം. ഘോഷയാത്ര വൈകുന്നേരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലേക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ശനിയാഴ്ച പത്മനാഭപുരത്ത് നിന്നാരംഭിച്ച നവരാത്രി വിഗ്രഹ ഘോഷയാത്ര ഇന്ന് വൈകുന്നേരം 6:30 ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ എത്തിച്ചേരും. കരമന മുതൽ വെള്ളിക്കുതിരപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന കുമാരസ്വാമിയെ ആര്യശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ഭഗവതി ക്ഷേത്രത്തിലും പൂജയ്ക്കിരുത്തും. പൂജയെടുപ്പിന് ശേഷം കുമാരസ്വാമിയെ പൂജപ്പുര മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും. നവരാത്രി പൂജയ്ക്കും നല്ലെരിപ്പിനും ശേഷം അടുത്ത മാസം 4-ന് വിഗ്രഹങ്ങളുടെ പത്മനാഭപുരത്തേക്കുള്ള മടക്കയാത്ര ആരംഭിക്കും. അടുത്ത മാസം 6-ന് വൈകുന്നേരം വിഗ്രഹങ്ങൾ മാതൃക്ഷേത്രത്തിലെത്തും. നവരാത്രി ഘോഷയാത്ര കടന്നുപോകുന്ന സമയങ്ങളിൽ തിരുവനന്തപുരം നഗരാതിർത്തിക്കുള്ളിലെ പള്ളിച്ചൽ മുതൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വരെയുള്ള റോഡിൽ ആവശ്യമായ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. രാത്രി 8 വരെയായിരിക്കും നിയന്ത്രണം. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം മറ്റന്നാൾ രാത്രി 8-ന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. നിലവിൽ ഗ്രൂപ്പ് എയിൽ 6 പോയിന്റുമായി 1-ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇന്നലെ നടന്ന മത്സരത്തിൽ ടീം ഇന്ത്യ പാകിസ്ഥാനെ 6 വിക്കറ്റിന് കീഴടക്കിയിരുന്നു. നാളെ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. ശബരിമല കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം ആരംഭിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റും ശബരിമല കർമ്മസമിതി അധ്യക്ഷയുമായ KP ശശികല ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ചരക്ക് സേവന നികുതി പരിഷ്കരണം പ്രാബല്യത്തിൽ 400-ലധികം ഉത്പന്നങ്ങളുടെ വില കുറയും. ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പ്രവാസികൾക്കും കുടുംബാംഗങ്ങൾക്കുമായി നോർക്ക റൂട്ട്സ് നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നവരാത്രി വിഗ്രഹ ഘോഷയാത്ര വൈകുന്നേരത്തോടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തും. തിരുവനന്തപുരത്ത് ഗതാഗത നിയന്ത്രണം. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ തോറ്റ പാകിസ്ഥാൻ നാളെ ശ്രീലങ്കയെ നേരിടും. ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം മറ്റന്നാൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.